എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പൊട്ടനുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ DK ബറുവ, ദേവകാന്ത് ബറുവ എന്ന ആന പൊട്ടൻ. അയാളാ പറഞ്ഞത് ഇന്ത്യ എന്നാൽ കഷ്ടായി പോയിട്ടോ. അതെ, 2014 44, 2019 52, ഇപ്പൊ 99, മൂന്നും കൂടി കൂട്ടിയാൽ 195. ഞങ്ങൾക്ക് ഇപ്രാവശ്യം 241. ഞങ്ങൾക്ക് ഒരു തവണ ഏറ്റവും ഇപ്പൊ മോശമായ തവണ കിട്ടിയ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. 3 എണ്ണം കൂടി കൂട്ടിയാൽ ഇവരാണ് ഇനിയിപ്പൊ BJP ഞെട്ടിക്കാൻ നടക്കുന്നത്. ആദ്യം ഒരു 100 സീറ്റ് വാങ്ങിയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഒരു 100 തേക്കി, 3 അക്കം തേക്കി. ഇന്ത്യ ഭരിക്കണമെങ്കിൽ 3 അക്കം സീറ്റ് വേണം. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടന്നോട്ട് കോൺഗ്രസിന്റെ വിജയ ശതമാനം 26%. ശ്രീപത്മനാഭൻ, 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇന്നിപ്പോൾ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തു വരുന്നു. 13 10 ഇന്ത്യ മുന്നണിയാണ്, 3 മാത്രമാണ് NDAക്ക്. 2 NDA സ്ഥാനാർത്ഥിയും 1 NDA പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രരുമാണ് വിജയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ആവേശത്തിലാണോ ഇന്ത്യ മുന്നണി? കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ NDA? വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇന്നലെ മഹാരാഷ്ട്രയിലെ 7 കോൺഗ്രസ് MLA ക്രോസ് വോട്ട് ചെയ്തില്ലേ, കാലുമാറി വോട്ട് ചെയ്തില്ലേ? ഈ ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പൊന്നും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണ്ട. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞു. ആ നേരിട്ട് കഴിഞ്ഞതിന് ശേഷം ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നു. കോൺഗ്രസ്സിന് 100 സീറ്റ് തികച്ചില്ല. ജനങ്ങൾ അവരോട് അടുത്ത 5 വർഷവും പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് സീറ്റ് അവർക്ക് അധികം കിട്ടിയിട്ടുണ്ട്, അംഗീകരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 വർഷം NDA ഭരിക്കും. അതാണ് യാഥാർത്ഥ്യം. ശരി, ഭരണഘടനാ ഹത്യാ ദിവസമായി നിങ്ങൾ ആചരിക്കാൻ തീരുമാനിച്ചു. ഭാരത ഭരണഘടനയിൽ ഏറ്റവും മോശമായ കാര്യം എന്തെന്ന് വെച്ചാൽ അതിൽ ഭാരതീയമായി ഒന്നുമില്ല. ഭരണഘടനയെ ഇത്രയും രൂക്ഷമായി വിമർശിച്ച് ക്രൂരമായി വിമർശിച്ച RSSന്റെ സംഘപരിവാറിന്റെ പിൻതലമുറക്കാരായ BJPക്ക് ഭരണഘടനാ ഹത്യാ ദിനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അരുണെ, എനിക്ക് അരുണിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അരുണിൻ്റെ നിലപാടുകൂടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ അരുണിനെ ജയിലിൽ പിടിച്ചിടുക, അരുണിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലുക? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പ് MLA ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി. എന്ത് മര്യാദയത്? നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ പ്രമേയം സ്പീക്കർ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ SP ഉണ്ടായിരുന്നോ? നിൽക്കൂല. കാരണം മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു. RJD ഉണ്ടായിരുന്നോ? ഉണ്ടാവില്ല. കാരണം എന്താ? ലാലു പ്രസാദ് യാദവ് ജയിലിലായിരുന്നു. എന്തിന്? ET മുഹമ്മദ് ബഷീറില്ലേ, ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് MLA, അദ്ദേഹം MP നിൽക്കൂല. എന്താ അറിയോ? അന്ന് അഖിലേന്ത്യാ ലീഗായിരുന്നു അദ്ദേഹം. അവർ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയവരാ. ഞാൻ കോഴിക്കോട്ട് നിന്നായി ചർച്ചയിൽ കയറുന്നത്. ഈശ്വരവാര്യയുടെ മകൻ രാജൻ്റെ ശവം പോലും കിട്ടിയിട്ടില്ല അരുണെ, ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞ ഒരക്കുഴിയിൽ തള്ളി എന്ന, കക്കയത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരക്കുഴിയിൽ തള്ളി എന്നാണ് ഞാൻ കേട്ടത്. ഇതൊക്കെ നടന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ അന്ന് ത്യാഗം സഹിച്ചവർ, പിണറായി വിജയൻ ഉൾപ്പെടെ അടിയന്തരാവസ്ഥ കാലത്ത് ത്യാഗം സഹിച്ചവർ, ഈശ്വരവാര്യയുടെ മകൻ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ ബലിദാനം, ഇത് ഓർമ്മിക്കാൻ ഒരു ദിവസം വേണം. ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടിയിലായിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു, പോലീസിൻ്റെ തല്ലുകൊള്ളേണ്ടി വന്നു. പലരും വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചു കൊണ്ടുപോയതാ, പിന്നെ ബോഡി പോലും കിട്ടിയിട്ടില്ല. ഇതൊക്കെ നടന്ന ഈ രാജ്യത്ത് ഇതൊന്നും ഓർമ്മിക്കണ്ടേ നമുക്ക്? നിന്നെപ്പോലെ വിഷമം എനിക്കുണ്ട്. നെഹ്റു കുടുംബത്തിൻ്റെ മഹത്തായ ഭരണഘടനാ സ്നേഹം, 42ാം ഭരണഘടനാ ഭേദഗതി, എന്തിന്? കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ മാറ്റാൻ പാടില്ല എന്നുള്ളത് മറികടക്കാൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതി. അത് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതിയോ? VP ശ്രീപത്മനാഭൻ, നവംബർ 8-ാം തീയതി 2016 ഡിമോണിറ്റൈസേഷൻ വന്നതിനെ തുടർന്ന് ക്യൂവിൽ നിന്ന് മരിച്ച മനുഷ്യരെ നമുക്ക് ഓർമ്മിക്കണ്ടേ? സർക്കാർ നടത്തിയ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ലേ ജനങ്ങളുടെ ജീവിതത്തിൽ?
ഓരോ മണിക്കൂറിലും കർഷകർ മരിച്ചു വീഴുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ ഭാരതത്തിലെ ജനങ്ങളെ ഈ ഏതു സർക്കാരിൻ്റെ പേരിലാണ് ഓർമ്മിപ്പിക്കേണ്ടത് ശ്രീ വി പി പത്മനാഭൻ? ഒരു ദിവസം ഒരു ദളിത് സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഈ നാട്ടിൽ എന്ന് പറയുമ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ടേ നമുക്ക് ജനങ്ങളെ? ഏത് ദിനമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടതെന്നും സർക്കാർ എങ്ങനെയാണ് വിവേചനപരമായ ഒരു തീരുമാനമെടുക്കുക? ഇതൊരു മുൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയോ മുൻ സർക്കാരിൻ്റെ ഭരണഘടനയോടുള്ള അവഹേളനവുമായി എടുത്താൽ തന്നെ അതിനെ എങ്ങനെയാണ് തുടർന്നു വരുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു ദിനം ആചരിക്കാൻ പോകുന്നത്? അങ്ങനെ വന്നാൽ എത്രയെത്ര ദിനങ്ങൾ മോദി സർക്കാരിനെതിരെ ആചരിക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ശ്രീ പത്മനാഭൻ, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക്. കോൺഗ്രസ്സുകാർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആചരിച്ചോട്ടെ. ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ഒരു ശ്രമത്തെ വരും തലമുറയുടെ ഓർമ്മകളിലേക്ക്, ബുദ്ധിയിലേക്ക് കടത്തിവിടുകയാണ്. പോയിന്റ്. ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പാസാക്കിയ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ ആചരിക്കണം? എങ്ങനെയാണ് അഹമ്മദാബാദിലെ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം ഓർമ്മിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ബുൾഡോസർ രാജ് വരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങളെയും ഓരോ സർക്കാർ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഓർമ്മിപ്പിക്കാൻ നിന്നാൽ ഇന്ത്യയിൽ 365 ദിവസം പോരാതെ വരുമല്ലോ ശ്രീ പത്മനാഭൻ. ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് എത്ര പ്രാവശ്യം പ്രഖ്യാപിക്കപ്പെട്ടു? എൻ്റെ അരുണെ 90 സംസ്ഥാന സർക്കാരുകളെ ആ കോൺഗ്രസ്സുകാർ പിരിച്ചുവിട്ടത്. ഇന്ദിരാഗാന്ധി മാത്രം 49 എണ്ണത്തിന്, ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി അർദ്ധ സെഞ്ചുറി തിരക്കിയായിരുന്നു. ഇന്ദിരാഗാന്ധി മാത്രം 49 സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു. നാം കേരളത്തിൽ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതാ. 90 സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടവരാ കോൺഗ്രസ്സുകാർ. എനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഇപ്പൊ താങ്കൾ ബുൾഡോസറെ പറ്റി പറഞ്ഞല്ലോ. തുക്കുമാൻ ഗേറ്റ് ഞാൻ ഓർമ്മിപ്പിക്കണോ? പാവപ്പെട്ട മുസ്ലിങ്ങളും ദളിതരും താമസിക്കുന്ന കോളനി അരമണിക്കൂർ സമയം കൊടുത്ത് ഒഴിഞ്ഞു പോകാൻ, എന്നിട്ട് സഞ്ജയ് ഗാന്ധിയും ജഗ്മോഹനും കൂടി വന്ന് അത് ഇടിച്ചു നിരത്തി അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ജനങ്ങൾ ഇതൊക്കെ പഠിക്കട്ടെ എന്ന്. ആരാണ് ശരി ആരാ തെറ്റെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ, വരും തലമുറ തീരുമാനിക്കട്ടെ. എന്താ ഇത് തെറ്റ്? ഓക്കെ, ഞാൻ വരാം. അങ്ങനെയൊക്കെ വഴിയില്ലോ. അതാണ് BJP പ്രതിനിധിയുടെ ആർഗ്യുമെന്റ്. ഇത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. നമ്മളുടെ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ചൊരു സർക്കാർ ഉണ്ടായിരുന്നുവെന്നും ഭരണഘടനയെ കളങ്കപ്പെടുത്തിയ ആ സർക്കാർ ജൂൺ 25-ാം തീയതി രാജ്യത്തിലെ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശം നിഷേധിച്ചതാണെന്നും ഇന്ത്യയിലെ ജനങ്ങളെ രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദിനം ആചരിക്കുന്നത്. അതിലെന്താണ് തെറ്റ് എന്നാണ് ശ്രീ പത്മനാഭൻ ചോദിക്കുന്നത്. രാജു പി നായർ, വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ നാളെ മുതൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും എടുത്തിട്ടുള്ള തീരുമാനത്തെ അതിന് തുടർന്നു വരുന്ന സർക്കാർ ആ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ദിവസമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. ഈ രാജ്യം മുന്നോട്ട് പോവുകയാണല്ലോ. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെ അത് നടത്തിയ ഇന്ദിരാഗാന്ധി തന്നെ അതിൽ തെറ്റേറ്റു പറഞ്ഞു. അത് അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി തന്നെ അത് തള്ളി പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വീണ്ടും ഇത് ജനങ്ങളെ ഓർപ്പിക്കണമെങ്കിൽ ഇത് രാജ്യത്തിന്റെ താല്പര്യമല്ല, ഇത് BJPയുടെ താല്പര്യമാണ്. വല്ലതും പറഞ്ഞു എടാ അലവലാതി പുണ്യവഞ്ചമേ. പിന്നെ ശ്രീ പത്മനാഭൻ ഇവിടെ കുറെ പേരെ ഓർപ്പിച്ചു. പിണറായി വിജയനെ ഓർപ്പിച്ചു, ET മുഹമ്മദ് ബഷീറിനെ ഓർത്തു, അങ്ങനെ കുറെ പേരെ ഓർത്തു. ശ്രീ പത്മനാഭൻ അത് ഓർക്കാൻ വേണ്ടി മാത്രമുള്ള ദിവസമാക്കരുത്. നിങ്ങൾ ഇന്ത്യൻ ജനതയെ എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് ഓർക്കാനുള്ള ദിവസവും കൂടി ആക്കണം. എങ്ങനെയാണ് RSSന്റെ സർസംഘചാലക് ദേവരസ് ഈ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയത് എന്നുകൂടി നിങ്ങൾ ഓർക്കണ്ടേ? 1975 നവംബർ 10 വീണ്ടും ഒരു കത്തെഴുതുന്നു. ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, സർക്കാരിന്റെ പ്രോജക്ടുകൾ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രവർത്തിക്കാം, ഞങ്ങളുടെ നിരോധനം നീക്കിത്തരണം. 2 പ്രാവശ്യം കത്തെഴുതിയിട്ടും അത് മൈൻഡ് ചെയ്യാത്ത ഇന്ദിരാഗാന്ധി ഈ വിനോബ ഭാവെയുടെ ആശ്രമത്തിൽ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് വിനോബ ഭാവെക്ക് കത്തെഴുതുന്നു. RSSന്റെ നേതാക്കന്മാർ മൂലയുടെ നേതൃത്വത്തിൽ ഈ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചുകൊണ്ട് RSSന്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി കത്തെഴുതുകയും ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ പ്രിപ്പയർ ചെയ്തില്ലേ 1976 നവംബറിൽ. 1976 നവംബറിൽ ആ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് അറിഞ്ഞ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് ഓം മേത്തെ എന്ന് വിളിച്ചു വരുത്തുന്നുണ്ട്. അദ്ദേഹം മാപ്പെഴുതി, അദ്ദേഹം ഇന്ദിരാഗാന്ധിക്ക് എഴുതിയിട്ട് വീട്ടുതടങ്കലിൽ കിടന്ന സമയത്ത്
ഓം മേത്തെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ പിന്തുണയ്ക്കാം, ഞങ്ങൾക്കെതിരെയുള്ള നടപടികൾ നിർത്തണം, ജനസംഖ്യക്കെതിരെയുള്ള നടപടികൾ നിർത്തണം, ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ആരാ പറഞ്ഞത്? അടൽ ബിഹാരി വാജ്പേയി. അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ വെച്ച പ്രഖ്യാപിച്ചവരാണിവർ. നിങ്ങൾ എവിടെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയത്? നിങ്ങൾ പറഞ്ഞ ലാലു പ്രസാദ് യാദവ് അതല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് അന്ന് എഴുന്നേറ്റ് നിൽക്കാഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല. കാരണം അവരതിനെതിരെ സമരം ചെയ്ത് അവരതിനകത്ത് ഉണ്ടായിരുന്നവരാണ് ഞങ്ങളുടെ തീരുമാനത്തിനെതിരെ. പക്ഷെ അന്ന് ആ തീരുമാനത്തെ അനുകൂലിച്ചവരാണ് നിങ്ങൾ. ആരൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടില്ല. പി ശ്രീപത്മനാഭൻ അതിനുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം ഒരു സാങ്കേതികമായ ചോദ്യം കൂടിയുണ്ട്. സാങ്കേതികമായ ചോദ്യം ഇതാണ്: നിങ്ങൾ ഭരണഘടനാ ഹത്യാ ദിനമായി ജൂൺ 25 ആചരിക്കുമ്പോൾ സുപ്രീം കോടതിയാണല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഒരു എക്സിക്യൂട്ടീവ് അല്ലല്ലോ ഭരണഘടനയെ ഹത്യ ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ജൂൺ 25 അടിയന്തരാവസ്ഥയെ സുപ്രീം കോടതി എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? വി പി ശ്രീപത്മനാഭൻ. അരുണെ, രാജു പി നായർ എന്തൊക്കെയോ പിച്ചുബയും പറഞ്ഞിട്ടുണ്ട്. അരുണ് ഒരു കാര്യം ചെയ്യണം, ആ പറഞ്ഞതിനൊക്കെ തെളിവ് ചോദിക്കണം. ഞാൻ പറഞ്ഞ 42-ാം ഭരണഘടനാ ഭേദഗതി പുസ്തകത്തിലുണ്ട്, ഞാൻ പറഞ്ഞ 39-ാം ഭരണഘടനാ ഭേദഗതി പുസ്തകത്തിലുണ്ട്. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ പിണറായി വിജയൻ്റെ മർദ്ദനം പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ലാലു പ്രസാദ് യാദവിൻ്റെ അറസ്റ്റിനും മുലായം സിംഗ് യാദവിൻ്റെ അറസ്റ്റിനുമൊക്കെ തെളിവുണ്ട് ഈ രാജ്യത്ത്. ഇയാൾ എന്തൊക്കെയോ കത്തുണ്ട് കമ്പിയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഒന്ന് അരുണ് വാങ്ങി പരിശോധിക്കണം. എനിക്ക് വേണ്ട, എനിക്കറിയാം അതൊന്നും ഇല്ല, അതൊക്കെ കളവാന്ന്. അതൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ, ആ ചാനലിലെ അവതാരക, ഞാൻ ആ ചാനലിൻ്റെ പേരും വേണമെങ്കിൽ പറയാം, അവതാരക തന്നെ പിച്ച് ചീന്തിയതാണ്. അരുണ് ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം. ഈ ജാതി പിച്ചും പെയ്യും ഒക്കെ സത്യമാണോ? എനിക്ക് കാണുമൊന്നും വേണ്ട. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഇനി ഞാൻ അരുണ് പറഞ്ഞ കാര്യത്തോട് പറയാം. അരുണെ, ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വകുപ്പുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അത് എന്തിനു വേണ്ടി? ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിൽ അഴിമതി കൊടികുത്തി വാഴുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഇമ്മീഡിയറ്റ് റീസൺ? 1971 ലോക്സഭാ ഇലക്ഷനിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അവർ സർക്കാർ വക ജീപ്പുകൾ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചു. ഇത് രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ തെളിയിച്ചു. ഇന്ദിരാഗാന്ധി അഴിമതി നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന്. അത് തെളിയിക്കപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഉടനെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കേട്ടത്. അദ്ദേഹം ഇതിലൊരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു. പാർഷ്യൽ സ്റ്റേ എന്താണ്? പാർഷ്യൽ സ്റ്റേ, ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷേ പാർലമെൻറ്റിൽ വോട്ട് ചെയ്യരുത്. പ്രസംഗിക്കാം, മറുപടി പറയാം, ഒക്കെ ചെയ്യാം, പക്ഷെ വോട്ട് ചെയ്യരുത്. കോൺഗ്രസ്സിന് 1971 തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം തിരിച്ചു കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. 67 നഷ്ടപ്പെട്ടു പോയ 3/2 ഭൂരിപക്ഷം തിരിച്ചു വാങ്ങിച്ച തെരഞ്ഞെടുപ്പാണ് 71 തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു അംഗം വോട്ട് ചെയ്യാതെ നിന്നാൽ അത് കോൺഗ്രസ്സിനെ ഒരു തരത്തിലും ബാധിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതൊരു പാർഷ്യൽ സ്റ്റേ ആയിപ്പോയി എന്നിട്ട് ആരെയൊക്കെ അവർ പിടിച്ച് ജയിലിലിട്ടത്? അത് ശരിയാണ്, അതിന്റെ കണക്ക് അങ്ങ് പറഞ്ഞു. ഒരു നിമിഷം ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? ഞാൻ അതിലേക്ക് വരുന്നത്. എന്റെ ചോദ്യം സാങ്കേതികമായിരുന്നു. അതായത് ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പ്രഖ്യാപിക്കാം. അതിനെ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന ഒരു വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാതെ, സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാതെ ഒരു എമർജൻസി 2 വർഷക്കാലം രാഷ്ട്രീയമായൊരു തീരുമാനത്തിന് പുറത്തെടുക്കുന്നു. ശരി, പക്ഷേ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാതെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാതെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുക? ശരിയാണ്, പൊളിറ്റിക്കലി നിങ്ങൾ നോക്കിയാൽ ശരിയാണ്, അത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഹരിക്കലാണ്. അത് ഭരണഘടനയെ പിച്ചിച്ചിന്തിയെന്ന് രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ സർക്കാർ എങ്ങനെയാണ് അതിനെ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുക? നിങ്ങളുടെ മുന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടോ? എന്നാ പിന്നെ സെറിക്കൊന്ന് കാണിക്കാം. 2 കാരണം. ഒന്ന്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനടി ഇവർ ചെയ്തത് എന്താ അറിയോ? 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. പാർലമെൻറ്റ് കൊണ്ടുവരുന്ന നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊരു കൂടെ വേറൊരു സംഗതി കൂടി പാസാക്കി, 39-ാം ഭരണഘടനാ ഭേദഗതി. 39-ാം ഭരണഘടനാ ഭേദഗതി എന്താ പറഞ്ഞത്? ഒരാൾ രാഷ്ട്രപതിയായോ ഉപരാഷ്ട്രപതിയായോ പ്രധാനമന്ത്രിയായോ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാളുടെ തെരഞ്ഞെടുപ്പ് പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല.
എന്നിട്ട് അത് മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കി. ലോക ചരിത്രത്തിൽ പാർലമെന്ററി ജനാധിപത്യമുള്ള എവിടെയും ഇത് സംഭവിച്ചിട്ടില്ല. ഇത് ഇംഗ്ലണ്ടിൽ പോലും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കുക. എന്നിട്ട് ഇവർ 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ആലോചിച്ച് നോക്കണേ. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ 77-ൽ ജനതാ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? 42ാം ഭരണഘടനാ ഭേദഗതി എടുത്ത് കളഞ്ഞ. അരുൺ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. 77-ലെ ജനതാ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജോർജ് ഫെർണാണ്ടസ് സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെ അറിയോ? ഐ സ്വെയർ അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എക്സെപ്റ്റ് ആർട്ടിക്കിൾ അമെൻഡ്മെന്റ് ഓഫ് 42. ഞാൻ 42ാം ഭരണഘടനാ ഭേദഗതി ഒഴികെയുള്ള ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ് അന്ന് ജോർജ് ഫെർണാണ്ടസ്. ശരിയാണ്. അതിനെ തുടർന്ന് 44ാം ഭരണഘടനാ ഭേദഗതി വരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ആവുന്നു. ശരിയാണ്, താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞു 90 സർക്കാരുകളെ കോൺഗ്രസ്സുകാർ പിരിച്ചുവിട്ടു. അരുണെ SR ബൊമ്മെ കേസിലെ വിധി വരുന്നത് വരെ ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്രം പിരിച്ചുവിട്ടാൽ വേറെ ഒരു രക്ഷയില്ല. കഴിഞ്ഞു. അല്ല, സമ്മതിച്ചു സാർ. എങ്ങനെ ഇരിക്കണം? സുപ്രീം കോടതി വ്യാഖ്യാനിക്കാത്ത ഒരു കാര്യത്തെ എക്സിക്യൂട്ടീവ് വ്യാഖ്യാനിച്ച് ഭരണഘടനാ ഹത്യാ ദിനം എന്ന പേരിൽ ഒരു ദിവസം കൊണ്ടുവരുന്നത് ജനാധിപത്യമാണോ? ഞാൻ ഉത്തരം പറയാം. ഇപ്പോ 42ാം ഭരണഘടനാ ഭേദഗതി ഇല്ലല്ലോ. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്യാലോ. ഞങ്ങളിപ്പോൾ ഇതിനെങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു? കോൺഗ്രസ്സുകാർക്ക് ചോദ്യം ചെയ്യാലോ സുപ്രീം കോടതിയിൽ പോയിട്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് BJP സർക്കാരിൻ്റെ തീരുമാനം. ഇന്നേ ദിവസം, അതായത് ജൂൺ 25, 2025 മുതൽ ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്യട്ടെ. ഇതാണ് നിങ്ങൾ എല്ലാ കാലത്തും ആർട്ടിക്കിൾ 370 വരുമ്പോഴും ഇത് പറയുന്നു, പൗരത്വ നിയമം വരുമ്പോഴും അത് പറയുന്നു. സാങ്കേതികമായി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഞാനൊരു ഇലക്ട്രൽ ബോണ്ട് വിധി പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിനെ സൂപ്പർസീഡ് ചെയ്തോ? ഹേബിയസ് കോർപ്പസ് കേസിലും കേശവാനന്ദ ഭാരതി കേസിലും സർക്കാരിനെതിരെ വിധി പറഞ്ഞതിന്റെ പേരിൽ 3 സുപ്രീം കോടതി ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്തില്ലേ? ഇന്ദിരാഗാന്ധി സൂപ്പർസീഡ് ചെയ്തെങ്കിൽ മോദി സർക്കാർ ചെയ്തത് എന്താ? രാജ്യസഭാ സീറ്റ് കൊടുക്കും, അതല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ തീരുമാനിക്കും, അതല്ലെങ്കിൽ സുപ്രധാനമായ വകുപ്പുകളിൽ നിങ്ങൾ പുനഃസ്ഥാപിക്കും. അതല്ലേ കാണുന്നത്? അപ്പുറത്ത് പീനലൈസേഷൻ, ഇവിടെ അപ്പീസ്മെന്റ്. ഇത് രണ്ടും ഉണ്ട്. അവിടെ പീനലൈസേഷൻ, ഇവിടെ അപ്പീസ്മെന്റ്. രണ്ടുമുണ്ട്. ശ്രീ പത്മനാഭൻ, ഞങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. പി നായർ നേരത്തെ VP ശ്രീപത്മനാഭൻ പറഞ്ഞതിനുള്ള മറുപടി, ഒപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതായത് ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഭരണഘടനയെ അവഹേളിച്ച ഒരു ചരിത്രം, അത് പഠിക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ടാണ് ഈ ആചരണം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, മർദ്ദനമേറ്റ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരുന്നതിനെക്കുറിച്ച്, പൗരസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടതിനെക്കുറിച്ച്, ഈശ്വരവാദിയുടെ കരച്ചിലിനെക്കുറിച്ചൊക്കെ ലോകവും ഇന്ത്യയും ഒക്കെ അറിയണം. അതിനുവേണ്ടിയാണ് ഈ ദിനം കൊണ്ടുവന്നത് എന്നൊരു പ്രതിരോധമാണ് ശ്രീ P. പത്മനാഭൻ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ശ്രീ രാജു P. നായർ കോടതിയിൽ പോകൂ എന്നാണ്. അരുൺ, ഈ ചർച്ചയിൽ തന്നെ ഇത് സംബന്ധിച്ച് എത്രമാത്രം ദുർബലമായ വാദമാണ് BJPയുടെ പ്രതിനിധി നോക്കുക. നമ്മൾ ഉന്നയിച്ച 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഭരണഘടന ഉണ്ടായപ്പോൾ എന്തായിരുന്നു RSSന്റെ നിലപാട്? എന്നാണ് RSS ഈ ഭരണഘടനയെ അംഗീകരിച്ചത്? എന്തിന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് എന്നാണെന്ന് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതവിടെ അതിന് മറുപടി ഇല്ല അദ്ദേഹത്തിന്. 2, അവസ്ഥക്കാലത്ത് RSSന്റെ നിലപാട് എന്തായിരുന്നു? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറുപടി. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിലൊന്നും വേണ്ടിയില്ല. ഇപ്പൊ പറയുന്നത് ഞാൻ എവിടെയൊക്കെയോ പിച്ചും പേയും പറയുന്നു എന്നുള്ളതാണ്. അങ്ങയുടെ നേതാക്കന്മാരുടെ ചരിത്രം പഠിക്കണം. ഞങ്ങളുടെ ചരിത്രം പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ചരിത്രം പഠിക്കണം, ഞങ്ങളെ വിമർശിക്കണം. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. നിന്നെ സമ്മതിക്കണം. നമുക്ക് അഭിമാനമല്ലേ വലുത്. പക്ഷെ അങ്ങയുടെ ചരിത്രം കൂടി പഠിക്കണം. പക്ഷെ പ്രശ്നം അറിയോ, ഈ മധുകർ ദേവരസ് എന്ന് പറഞ്ഞൊരു സർസംഘചാലക് ഇപ്പോ RSS ഉണ്ടായിരുന്നില്ല എന്നൊരു ചാനലിൽ പറഞ്ഞ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇദ്ദേഹം. ഒരിക്കൽ ഒരു ചർച്ച വന്നപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള ചർച്ചയാണെന്നാണ് എന്റെ ഓർമ്മ. ഈ ദേവരസിനെ കുറിച്ച് പോയപ്പോ അങ്ങനത്തെ ഒരു സർസംഘചാലക് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന BJPയുടെ ഇപ്പോഴത്തെ പ്രതിനിധി ദേവരസ് അങ്ങനെ ഒരു കത്തെഴുതിയിട്ടില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇവിടെ സർസംഘചാലകായിരുന്ന ദേവരസിന്റെ പുസ്തകമാണ്. അതിന്റെ അവസാനം ഞാൻ ഈ പറഞ്ഞ 3 ദിവസത്തെ 3 കത്തുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭൻ.
അങ്ങ് അരുൺകുമാറിനോട് പോയിട്ട് ഇതിന്റെ തെളിവെടുത്തോണ്ടിരാൻ പറയണ്ട. അങ്ങ് പോയിട്ട് അങ്ങയുടെ നേതാവിന്റെ പുസ്തകം വായിച്ചാൽ മതി. ഒരു ഓഫർ കൂടി പറയാം. ഞാൻ വേണമെങ്കിൽ അങ്ങയുടെ മൂന്നാമത് മോദി സർക്കാരിന്റെ വിജയത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ആ പുസ്തകം ഞാൻ അങ്ങേക്ക് മേടിച്ചു തരാനും തയ്യാറാണ്. വേണമെങ്കിൽ അങ്ങയുടെ അഡ്രസ് അയച്ചുണ്ടാ ഞാൻ അയച്ചു തരാം. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. VP ശ്രീപത്മനാഭൻ, എനിക്ക് ഈ രാജു പി നായരുടെ പിച്ചും പേരൊന്നും മറുപടിയില്ല. പ്രതിപക്ഷം അതങ്ങനെ പിച്ചും പേരും തള്ളിക്കളയരുത്. പിച്ചും പെയ്യും ദേവരസാണ് പറഞ്ഞത്. അല്ലല്ല, താങ്കൾ VP ശ്രീപത്മനാഭൻ അദ്ദേഹം താങ്കൾക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. VP ശ്രീപത്മനാഭൻ തോന്നിവാസം കാണിക്കരുത്. ഞാൻ മിണ്ടാതിരുന്നതാ. മറുപടി വേണം. മറുപടി പറയാൻ സമയം തരണം. തീർച്ചയായും മറുപടി പറയാൻ സമയം തരണം. അരുൺകുമാറാണോ ഇത്ര കടന്നു ചെയ്യണത്? കൊച്ചുകുടി ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കരുത്. മനസ്സിലായോ? സൂപ്പർ. ജോസഫ് രാജിവെച്ചോ? KM ജോസഫ് രാജിവെച്ചോ? KM ജോസഫ് പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ വിരോധം പ്രകടിപ്പിച്ചോ? പ്രതിഷേധം അറിയിച്ചോ? 3 ജഡ്ജിമാരാണ് കൊച്ചുകുടി രാജിവെച്ചത്. ജസ്റ്റിസ് ഗ്രോവർ, ജസ്റ്റിസ് ഷേലത്ത്, ജസ്റ്റിസ് ഹെഗ്ഡെ. എന്തിനാ രാജിവെച്ചതെന്നറിയോ? ജസ്റ്റിസ് സിക്രി, അതായത് കേശവാനന്ദ ഭാരതി കേസിലെ പ്രധാന വിധിന്യായം പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സിക്രി പിരിഞ്ഞാൽ ആവണ്ടാണ്, ഷേലത്താണ്, പിന്നെ ഗ്രോവറാണ്, പിന്നെ ജസ്റ്റിസ് ഹെഗ്ഡെയാണ്. ഇവരെ 3 ആളെയും ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റ്, അടുക്കള ക്യാബിനറ്റ്. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ DK ബറുവ, ദേവകാന്ത് ബറുവ എന്ന ആന പൊട്ടൻ. അയാളാ പറഞ്ഞത് ഇന്ത്യ എന്നാൽ BJP ആവർത്തിക്കുന്നത്, BJP കോൺഗ്രസിനെ ഭരണഘടന ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഒരു സിംഗിൾ പോയിന്റിലാണ്. പക്ഷേ അത് വരും ദിവസങ്ങളിൽ എത്രമാത്രം ഫലപ്രദമാകും എന്നതിന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. പക്ഷേ അത് ഓർമ്മിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിന്റെ കഥകൾ പലപ്പോഴും കോൺഗ്രസിന് അസ്വസ്ഥമാവും. അത് ശരിയല്ലേ രാജു പി നായർ? കോൺഗ്രസിന് അസ്വസ്ഥതയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത നിലപാടിൽ ഉണ്ടായിരുന്ന പിശക് ഏറ്റുപറഞ്ഞ പാർട്ടിയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ അടിയന്തരാവസ്ഥ കാലം അനുഭവിച്ചിരുന്ന ആ തലമുറ വർഷങ്ങൾക്കുള്ളിൽ, എന്ന് വെച്ചാൽ 5 വർഷം പോലും എടുത്തില്ലല്ലോ, നമുക്കറിയാലോ, ഇന്ദിരാഗാന്ധിയെ തിരിച്ചുകൊണ്ടുവന്ന ചരിത്രമുണ്ട്. പിന്നെ ഈ കാലം അത്രയും BJP, CPM ഉൾപ്പെടെ പാർട്ടികൾ ഉപയോഗിച്ചത് മുഴുവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെയാണ്. ഇപ്പോ ഈ സമയത്തുള്ള BJPയുടെ ഈ നിലപാട്, അല്ലെങ്കിൽ ഈ സർക്കാരുടെ, അതിന് സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യണം. ഇത് മറ്റൊന്നുമല്ല, ഇത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച അജണ്ടയ്ക്ക് മേൽ അടിപതറിയവരുടെ മറികടക്കാനുള്ള ആത്മരതി മാത്രമാണ്. ആശ്വസിക്കാനുള്ള ഒരു ആത്മരതിക്കപ്പുറം ഒരു വാല്യൂം ഇതിനില്ല. അതെ, 2014 44, 2019 52, ഇപ്പൊ 99, 3 കൂടി കൂട്ടിയാൽ 195. ഞങ്ങൾക്ക് ഇപ്രാവശ്യം 241. ഞങ്ങൾക്ക് ഒരു തവണ ഏറ്റവും ഇപ്പൊ മോശമായ തവണ കിട്ടിയ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. 3 എണ്ണം കൂടി കൂട്ടിയാൽ ഇവരാണ് ഇനിയിപ്പോ BJPനെ ഞെട്ടിക്കാൻ നടക്കുന്നത്. ആദ്യം ഒരു 100 സീറ്റ് വാങ്ങിയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഒരു 100 തേക്കി, 3 അക്കം തേക്കി. ഇന്ത്യ ഭരിക്കണമെങ്കിൽ 3 അക്കം സീറ്റ് വേണോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടന്നോട്ട് കോൺഗ്രസിന്റെ വിജയ ശതമാനം 26%. കുറെ ഘടകകക്ഷികളെ കൂട്ടുപിടിച്ചിട്ടുള്ള വിജയമാണ്. കോൺഗ്രസ് ഇന്നും ദുർബലമാണ്. ഘടകകക്ഷികളെ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞ ഇത്തിൽ കണ്ണിയാണ് കോൺഗ്രസ്. ഘടകകക്ഷികളുടെ പുറത്ത് കയറി നിന്നിട്ടാണ് ഈ ശക്തി മസിൽ പിടിപ്പിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് മത്സരം നടന്നു. ഗുജറാത്ത് 1 സീറ്റ്, മധ്യപ്രദേശ് 0, ഉത്തരാഖണ്ഡ് 0, ഹിമാചൽ പ്രദേശ് 0, ഛത്തീസ്ഗഡ് 1. ശരി, 13 സംസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യൻ ഇതുവരെ കാണാത്ത ചില സീനുകളൊക്കെ കാണുന്നു. ഭരണഘടനയെ ഓർമ്മിപ്പിക്കാൻ പ്രത്യേക ദിനം വരുന്നു. അതൊക്കെ ഒരു പുതിയ തുടക്കം കൂടിയാണ്. താമര തൃശ്ശൂര് വിരിഞ്ഞു, വടക്കുന്നാഥന്റെ മണ്ണിൽ. ശരി, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.